MDH എവറസ്റ്റ് മസാലപ്പൊടികളിൽ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ അന്വേഷണം. ഇന്ത്യൻ കറി പൗഡർ കമ്പനികൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച അമേരിക്കൻ ഭക്ഷ്യമരുന്ന് സുരക്ഷാ ഏജൻസിയും അന്വേഷണത്തിൽ ക്യാൻസറിന് കാരണമായ കീടനാശിനി കണ്ടെത്തിയതു കാരണം ഹോങ്കോങ് മസാലപ്പൊടികളുടെ വിൽപ്പന നിരോധിച്ചതിനെ തുടർന്ന് ഉയർന്ന അളവിൽ എത്തിലീൻ ഓക്സൈഡ് കണ്ടെത്തിയതിനെ തുടർന്ന് MDH എവറസ്റ്റ് കമ്പനികളുടെ മസാലക്കൂട്ടുകൾ ഈ മാസം ആദ്യം തന്നെ അവിടെ നിരോധിച്ചിരുന്നു. ഇന്ത്യയിലും വിദേശങ്ങളിലും ഏറെ ജനപ്രീതിയാർജിച്ച ബ്രാൻഡുകളാണിവ. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്നാണ് എവറസ്റ്റ് പറയുന്നത്. MDH ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യൻ കമ്പനികളുടെ മസാലപ്പൊടികൾ നിരോധിച്ച റിപ്പോർട്ടുകൾ കണ്ടു എന്നും അത് സംബന്ധിച്ച് അധിക വിവരം തേടിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് FDA വക്താവിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ക്യാൻസറിന് കാരണമായേക്കാവുന്ന എത്തിലീൻ ഓക്സൈഡ് അമിതമായ അളവിലുണ്ടെന്ന കാരണത്താൽ എവറസ്റ്റിന്റെ മീൻ മസാല സിംഗപ്പൂരും പിൻവലിച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജന കയറ്റുമതിയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്പൈസസ് ബോർഡ് പറഞ്ഞത് 2 കമ്പനികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതുപോലെ ഹോങ്കോങ്ങിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രശ്നത്തിന്റെ മൂലകാരണം മനസ്സിലാക്കുന്നതിനുള്ള ശ്രമമാണ് സ്പൈസസ് ബോർഡ് നടത്തുന്നത്. ഇരു കമ്പനികളുടെയും പ്ലാന്റുകളിൽ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ 2 കമ്പനികളുടെയും വെബ്സൈറ്റ് പ്രവർത്തനരഹിതമായിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾ സൂക്ഷിക്കുന്ന സംഭരണശാലകളിൽ അണുനശീകരണത്തിനുൾപ്പെടെ വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കായി എത്തിലീൻ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ഈ രാസപദാർത്ഥം മനുഷ്യനിൽ അർബുദത്തിന് കാരണമാകും എന്നാണ് US എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പറയുന്നത്. നേരത്തെ 2019-ലും MDHന്റെ ചില ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് പിൻവലിച്ചിരുന്നു. സ്പൈസസ് ബോർഡ് എഥിലീൻ ഓക്സൈഡിനെ 10.7 സെൽഷ്യസിന് മുകളിലുള്ള ചൂടിൽ കത്തുന്ന നിറമില്ലാത്ത വാതകമെന്ന് നിർവചിക്കുന്ന ഒന്നാണ് എഥിലീൻ ഓക്സൈഡ്. ഇത് ഒരു അണുനാശിനി കീടനാശിനിയായി പ്രവർത്തിക്കുന്നു. മെഡിക്കൽ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്നതിനും സുഗന്ധവ്യഞ്ജനങ്ങളിലെ സൂക്ഷ്മജീവികളുടെ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നു. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ എത്തിലീൻ ഓക്സൈഡിനെ ഗ്രൂപ്പ് 1 കാർസിനോജൻ ആയി തരംതിരിച്ചിരിക്കുന്നു. അതായത് മനുഷ്യരിൽ ഇത് ക്യാൻസറിന് കാരണമാകുമെന്ന നിഗമനത്തിൽ മതിയായ തെളിവുകളുണ്ട്. കാർസിനോജന്റെ ഹ്രസ്വകാല സാന്നിധ്യം മനുഷ്യന്റെ കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കും. കണ്ണുകളിൽ അസ്വസ്ഥതയുണ്ടാക്കാം. ദീർഘകാല സാന്നിധ്യം കണ്ണുകൾ, ചർമ്മം, മൂക്ക്, തൊണ്ട, ശ്വാസകോശം എന്നിവയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തലച്ചോറിനെയും നാഡീവ്യവസ്ഥയെയും തകരാറിലാക്കുകയും ചെയ്യാം. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ അമേരിക്ക നിരോധിച്ചിരിക്കുന്നത്. ഇരു കമ്പനികളുടെയും പ്ലാന്റുകളിൽ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ 2 കമ്പനികളുടെയും വെബ്സൈറ്റ് പ്രവർത്തനരഹിതമായിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾ സൂക്ഷിക്കുന്ന സംഭരണശാലകളിൽ അണുനശീകരണത്തിനുൾപ്പെടെ വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കായി എത്തിലീൻ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ഈ രാസപദാർത്ഥം മനുഷ്യനിൽ അർബുദത്തിന് കാരണമാകും എന്നാണ് US എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പറയുന്നത്.